മൂന്നാം ക്ലാസ്സിലെ താരീഖിൽ നിന്നും ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാഠം 7 പിതൃവ്യന്റെ തണലിൽ. നമുക്ക് പാഠം നോക്കാം. നബി തങ്ങളുടെ കുട്ടിക്കാലം നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കും. നബി തങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ചരിത്രം ഏവരെയും സങ്കടപ്പെടുത്തും. ഉപ്പയെ ഒരു നോക്ക് കണ്ടിട്ടില്ല. നബി തങ്ങൾ ഉപ്പ അബ്ദുള്ളയെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല. ഉമ്മയുടെ സ്നേഹവാത്സല്യം അധികകാലം അനുഭവിക്കാനുമായില്ല. 4 വയസ്സുവരെ ഹലീമ ബീവിയോടൊപ്പമായിരുന്നു. അതിനുശേഷം 4 വയസ്സ് മുതൽ 6 വയസ്സുവരെയാണ് മാതാവ് ആമിന ബീവിയോടൊപ്പം ഉണ്ടായിരുന്നത്. 6 വയസ്സിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ ആമിന ബീവി വഫാത്തായി. രണ്ടുപേരും നഷ്ടമായ മുത്തുനബിക്ക് ആശ്രയം ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബായിരുന്നു. ഉമ്മയും ഉപ്പയും നഷ്ടമായ നബിതങ്ങൾക്ക് ആശ്രയം ഉപ്പാപ്പ. ഉപ്പാപ്പ എന്നാൽ ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബായിരുന്നു നബിതങ്ങളുടെ ആശ്രയം. നബിതങ്ങളുടെ 8ാം വയസ്സിൽ ഉപ്പാപ്പയും ഇഹലോകവാസം വെടിഞ്ഞു. 6 വയസ്സിൽ ആമിന ബീവി വഫാത്തായി. അതിനുശേഷം 8 വയസ്സുവരെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബായിരുന്നു. 8ാം വയസ്സിൽ ഉപ്പാപ്പയും ഇഹലോകവാസം വെടിഞ്ഞു. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് മരണാസന്നനായപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അബൂ ത്വാലിബിനെ ചുമതലപ്പെടുത്തി. അബ്ദുൽ മുത്തലിബ് മരണാസന്നനായി, മരണം അടുത്ത സമയത്ത് നബി തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി, നബി തങ്ങളെ സംരക്ഷിക്കാനായി അബൂ ത്വാലിബിനെ ചുമതലപ്പെടുത്തി. അബൂ ത്വാലിബ് നബി തങ്ങളുടെ പിതൃവ്യൻ. നബി തങ്ങളുടെ പിതൃവ്യൻ അതായത് നബി തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബിനെ ചുമതലപ്പെടുത്തി. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബൂ ത്വാലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബൂ ത്വാലിബ്. അബ്ദുൽ മുത്തലിബിന് വേറെയും മക്കളുണ്ട്. അതിലൊരു മകനാണ് അബൂ ത്വാലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ഒരു മകനാണ് നബി തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ള. വേറൊരു മകനാണ് അബൂ ത്വാലിബ്. നബി തങ്ങളുടെ പിതൃവ്യൻ, നബി തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ. സ്നേഹവും കരുണയും വാത്സല്യവുമുള്ളവർ ആയിരുന്നു അബൂ ത്വാലിബ്. സ്നേഹവും കരുണയും വാത്സല്യവും ഉള്ളവർ അബൂ ത്വാലിബ്. നബിയെ ഒപ്പം ഇരുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അബൂ ത്വാലിബ് സ്വന്തം മകനെ പോലെ നബിയെ ഒപ്പം ഇരുത്തി മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ച് ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ നബി തങ്ങളെ ഉപദ്രവിക്കാൻ ഖുറൈശികൾ ശ്രമിച്ചു. അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ദീനുൽ ഇസ്ലാം, ഇസ്ലാം മതം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ നബി തങ്ങളെ ഖുറൈശികൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയത് അബൂ ത്വാലിബായിരുന്നു. ഖുറൈശികളിൽ നിന്നും നബി തങ്ങളെ സംരക്ഷിച്ചത് അബൂ ത്വാലിബായിരുന്നു. ഖുറൈശികളുടെ ഉപരോധം കാരണം നബിയും കുടുംബവും ഷിയബിൽ താമസിക്കേണ്ടി വന്നപ്പോൾ അബൂ ത്വാലിബ് കൂടെ ഉണ്ടായിരുന്നു. ഖുറൈശികൾ നബിയെയും കുടുംബത്തെയും ഉപരോധിച്ചു. കാരണം നബി തങ്ങളെ വിട്ടുതരണമെന്ന് അവർ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അബൂ ത്വാലിബ് അതിന് സമ്മതിച്ചില്ല. അപ്പോൾ നബിയെയും കുടുംബത്തെയും ഉപരോധിച്ചു. ഒരു മലഞ്ചെരുവിൽ, ഷീബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ നബിക്കും കുടുംബത്തിനും 3 വർഷക്കാലം താമസിക്കേണ്ടി വന്നു. ആ സമയത്ത് അബൂ ത്വാലിബ് കൂടെ ഉണ്ടായിരുന്നു. ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് അബൂ ത്വാലിബായിരുന്നു. നബി തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് അബൂ ത്വാലിബായിരുന്നു. 42 വർഷമാണ് നബി തങ്ങൾ പിതൃവ്യന്റെ തണലിൽ വളർന്നത്. അബൂ താലിബിന്റെ കൂടെ നബി തങ്ങൾ, അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ നബി തങ്ങൾ വളർന്നത് 42 വർഷമാണ്. അതായത് നബി തങ്ങൾക്ക് 8 വയസ്സുള്ളപ്പോൾ മുതൽ നബി തങ്ങളുടെ 50ാം വയസ്സിലാണ് അബൂ താലിബ് വഫാത്തായത്. അതിന്റെ ഇടയ്ക്കുള്ള 42 വർഷമാണ് നബി തങ്ങൾ പിതൃവ്യനായ അബൂ താലിബിന്റെ തണലിൽ വളർന്നത്. നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി. നബി തങ്ങളുടെ കുട്ടിക്കാലത്ത്, നബി തങ്ങൾ അന്ന് കുട്ടിയായിരുന്നു, ആ സമയത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി. വെള്ളം ഇല്ലാത്ത അവസ്ഥ,
വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥ ഉണ്ടായി. ജനങ്ങൾ അബൂ ത്വാലിബിനെ സമീപിച്ചു, അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. അബൂ ത്വാലിബ് ആ നാട്ടിലെ ഒരു പ്രമുഖനായിരുന്നു. ഖുറൈശി പ്രമുഖനായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബൂ ത്വാലിബ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അബൂ ത്വാലിബിനെ സമീപിച്ച് അവരുടെ പ്രയാസങ്ങളൊക്കെ അറിയിച്ചു. അദ്ദേഹം നബി തങ്ങളെയും കൊണ്ട് കഅബ ഷരീഫിലെത്തി. അബൂ ത്വാലിബ് നബിയെയും കൊണ്ട് കഅബയിൽ ചെന്നു. കുട്ടിയെ കഅബയോട് ചേർത്ത് നിർത്തി നബി തങ്ങൾ കൈവിരൽ ഉയർത്തി ആംഗ്യം കാണിച്ചു. ഉടനെ മഴ വർഷിക്കുകയുണ്ടായി. നബി തങ്ങൾ കഅബയിൽ വെച്ച് കൈവിരൽ ഉയർത്തി ആംഗ്യം കാണിച്ചു. ഉടനെ മഴ വർഷിക്കുകയുണ്ടായി. നബി തങ്ങളുടെ ജീവചരിത്രം ഇതുവരെ. പോറ്റുമ്മ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ 4 വയസ്സുവരെ നബി തങ്ങളെ പോറ്റി വളർത്തി. 2 വയസ്സുവരെയാണ് ഹലീമ ബീവി നബി തങ്ങൾക്ക് മുലപ്പാൽ നൽകിയത്. 2 വയസ്സിന് ശേഷം നബി തങ്ങളെ ആമിന ബീവിയുടെ അടുത്തേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഹലീമ ബീവി വന്നപ്പോൾ ആമിന ബീവിയും അവരൊക്കെ താമസിക്കുന്ന ആ സ്ഥലത്ത് ഒരു പകർച്ചവ്യാധി ഉണ്ടായിരുന്നു. അതുകാരണം ആ പകർച്ചവ്യാധി നബി തങ്ങൾക്ക് പിടിപെട്ടാലോ എന്ന് ഭയന്ന് ആമിന ബീവി ഹലീമ ബീവിയോട് കുട്ടിയെ തിരിച്ച് ഹലീമ ബീവിയോടൊപ്പം കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഹലീമ ബീവിയോടൊപ്പം നബി തങ്ങൾ 4 വയസ്സുവരെയാണ് നബി തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ ഉണ്ടായിരുന്നത്. മാതാവ് ആമിന ബീവി നബിയുടെ 6-ാം വയസ്സിൽ അബവായിൽ രോഗം ബാധിച്ച് വഫാത്തായി. 4 വയസ്സിന് ശേഷം ആമിന ബീവിയോടൊപ്പമായിരുന്നു. 6 വയസ്സുള്ളപ്പോൾ അവർ മദീനയിലേക്ക് പോയി. തിരിച്ചു വരവെ മദീനയിൽ നിന്നും മക്കയിലേക്കുള്ള തിരിച്ചു വരുന്ന ആ യാത്രയിൽ അബവാഹ് എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിക്കുകയും അവിടെ വെച്ച് തന്നെ വഫാത്താവുകയും ചെയ്തു. പിതാവ് അബ്ദുള്ള നബി ജനിക്കുന്നതിന് 7 മാസം മുമ്പ് വഫാത്തായി. നബി തങ്ങൾ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അബ്ദുള്ള വഫാത്തായി. ജനിക്കുന്നതിന് 7 മാസം മുമ്പ് തന്നെ വഫാത്തായി. ജനനം AD 571 ഏപ്രിൽ 21 റബീഉൽ അവൽ 12 തിങ്കളാഴ്ച മക്കയിൽ. നബി തങ്ങൾ ജനിച്ചത് AD 571, ക്രിസ്തുവർഷം 571 ഏപ്രിൽ 21 അത് റബീഉൽ അവൽ മാസം 12 തിങ്കളാഴ്ച മക്കയിലാണ് നബി തങ്ങൾ ജനിച്ചത്. പിതൃവ്യൻ അബൂ ത്വാലിബ് 42 കൊല്ലം നബി തങ്ങൾക്ക് സംരക്ഷണം നൽകി. പിതൃവ്യനായ അബൂ ത്വാലിബ് നബി തങ്ങളുടെ ഉപ്പയുടെ സഹോദരനായിരുന്ന അബൂ ത്വാലിബ് 42 കൊല്ലം നബി തങ്ങളുടെ 8 വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകി. നബി തങ്ങൾക്ക് 50 വയസ്സുള്ളപ്പോഴാണ് അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. പിതാമഹൻ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ 8-ാം വയസ്സിൽ വഫാത്തായി. അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ ഉപ്പയുടെ ഉപ്പ നബി തങ്ങളുടെ 8-ാം വയസ്സിൽ വഫാത്തായി. തദ്രീബാത്ത് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കൂ. 1. ഉത്തരം പറയാം. 1. അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചത് ആരെ? അതിന്റെ ഉത്തരം അബൂ ത്വാലിബ്. ഉത്തരം എഴുതേണ്ടത് അബൂ ത്വാലിബ്. 2. സ്നേഹവും കരുണയും ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ആര്? ഉത്തരം അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് സ്നേഹവും കരുണയും ഉള്ള വ്യക്തിയായിരുന്നു. 3. അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരിക്കെ നബി തങ്ങൾ ആരെയാണ് വിവാഹം കഴിച്ചത്? അതിന്റെ ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 4. ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ? അതിന്റെ ഉത്തരം ഷിഅബ് അബീ ത്വാലിബ്. 5. പിതൃവ്യൻ നബി തങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ്സ് വരെയാണ്? അതിന്റെ ഉത്തരം 50 വയസ്സ് വരെയാണ്. നബി തങ്ങളെ സംരക്ഷിച്ചത് 50 വയസ്സ് വരെയാണ്. ഉത്തരം എഴുതേണ്ടത് 50. കണ്ടെത്തുക.
ഒന്നാമത്തെ, അബൂ ത്വാലിബിന് നബി തങ്ങളോട് വലിയ സ്നേഹമായിരുന്നു ഒരു ഉദാഹരണം. അതിന്റെ ഉത്തരം എഴുതുക. ഖുറൈശികളുടെ ഉപരോധം കാരണം നബിയും കുടുംബവും ഷേബിൽ താമസിക്കേണ്ടി വന്നപ്പോൾ അബൂ ത്വാലിബ് കൂടെ ഉണ്ടായിരുന്നു. അബൂ ത്വാലിബ് കൂടെ ഉണ്ടായിരുന്നു. ഖുറൈശികളുടെ ഉപരോധം കാരണം നബിയും കുടുംബവും ഷേബിൽ താമസിക്കേണ്ടി വന്നപ്പോൾ അബൂ ത്വാലിബ് കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, അബ്ദുൽ മുത്തലിബ് നബി തങ്ങളെ അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം. അതിന്റെ ഉത്തരം 8 വയസ്സ്. 8 വയസ്സുള്ളപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞു നബി തങ്ങളെ അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചു. മൂന്നാമത്തെ, അബൂ ത്വാലിബ് നബി തങ്ങളെ കഅബ ഷരീഫിൽ കൊണ്ടുപോവാൻ കാരണം. അതിന്റെ ഉത്തരം, നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി. ജനങ്ങൾ അബൂ ത്വാലിബിനെ സമീപിച്ച് അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. അപ്പോൾ അബൂ ത്വാലിബ് നബി തങ്ങളെ കഅബ ഷരീഫിൽ കൊണ്ടുപോയി. അതിന്റെ ഉത്തരം എഴുതേണ്ടത്, നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി. ജനങ്ങൾ അബൂ ത്വാലിബിനെ സമീപിച്ചു അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. നാലാമത്തെ ചോദ്യം, അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിൽ നബി തങ്ങൾ വളർന്ന കാലം. അതിന്റെ ഉത്തരം 42 വർഷമാണ്. ഉത്തരം 42 വർഷമാണ്. കഥയായി അവതരിപ്പിക്കുക. മക്കയിലുണ്ടായ വരൾച്ച പരിഹരിച്ച സംഭവം. അതിന്റെ ഉത്തരം, നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി. ജനങ്ങൾ അബൂ ത്വാലിബിനെ സമീപിച്ചു അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. അദ്ദേഹം നബി തങ്ങളെയും കൊണ്ട് കഅബ ഷരീഫിൽ എത്തി. കുട്ടിയെ കഅബയോട് ചേർത്ത് നിർത്തി. നബി തങ്ങൾ കൈവിരൽ ഉയർത്തി ആംഗ്യം കാണിച്ചു. ഉടനെ മഴ വർഷിക്കുകയുണ്ടായി. ഇത് എഴുതാം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.